പക്ഷെ ആ സിനിമ ശരിക്കും ഇവിടെ റിലീസ് ചെയ്തിട്ടില്ല. റിലീസ് ചെയ്ത ഭയങ്കര ഒപ്പീനിയൻ ഉണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കത്തിയുടെ ക്യാരക്ടർ ആണെങ്കിലും അതൊരു സസ്പെൻസ് ക്യാരക്ടർ ആയിട്ടാണ് പിന്നീട് അത് അതിനുശേഷം അവരത് പുറത്തു വിട്ടു. അപ്പൊ അഭിനയിക്കുന്ന ഒരു സമയത്തൊക്കെ, ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അതൊരു ഔട്ട് ഇങ്ങനെ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു? ചേട്ടാ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് വായിച്ചിരുന്നു ക്യാരക്ടർ മാത്രമേ അറിയുള്ളൂ. ഈ ക്യാരക്ടർ ഒന്നും അറിയില്ല. അപ്പൊ എനിക്ക് ഒരേ സീന് തന്നെ 2-3 തവണ അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്, പല ആംഗിളിലും പല രീതിയിലൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ. ഇനി ഞാൻ അഭിനയിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ആയതുകൊണ്ടോ, നമുക്ക് ഒബ്വിയസ്ലി അവിടെ എല്ലാ ക്രൂ വരുന്നതും മലയാളി ക്രൂ ആണ്. ഈ ക്യാമറമാൻ മാത്രമേ ഉള്ളൂ, അല്ല സോറി, എല്ലാ ക്രൂവും തമിഴ് ക്രൂ ആണ്. ഈ ക്യാമറമാൻ മാത്രമേ മലയാളിയുള്ളൂ. അപ്പൊ പുള്ളിയായിട്ടും നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ അങ്ങനെ വരുന്നത്. നമ്മളൊരു പ്രൊഫഷണൽ റിലേഷനിലാണല്ലോ പോകുന്നത്. അപ്പം ഞാനിങ്ങനെ ചോദിക്കും, ഇതിലൊന്നുമില്ല നന്നാ. അപ്പൊ ഞാൻ ഡയറക്ടറിനോട് ചോദിക്കും, സാറേ ഏതാவது പ്രോബ്ലം ഇരിക്കാന്ന് ചോദിക്കുമ്പോൾ, ഇല്ല പരവായില്ല തമ്പി, ഈ പരവായില്ല എന്നാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓക്കെ ശരി. ഈ ലാംഗ്വേജ് പ്രശ്നം ഉണ്ടായിരുന്നു? തമിഴ് എത്രത്തോളം ഫ്ലുവന്റ് ആയിരുന്നു? തമിഴ് അങ്ങനെ വലിയ രീതിയിൽ ഫ്ലുവന്റ് ഒന്നും അല്ല, പക്ഷെ നമുക്ക് കാര്യങ്ങൾ ഡബ് ചെയ്ത് വേറെ ആർട്ടിസ്റ്റ് ആണ്. പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. അവർ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് പ്രൊണൗൺസിയേഷൻ പറയുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ഒരുപാട് ഓവർ ഡയലോഗ് ഉള്ള ഒരു ക്യാരക്ടർ കൂടുതലും അതില് ബാക്കിയുള്ളവരൊക്കെ ഒരു തന്നെ പുതുമുഖങ്ങൾ, അധികം പരിചിതമല്ലാത്ത മുഖങ്ങളാണെന്ന് തോന്നുന്നു അല്ലെ സിനിമയില്. അവര് ഈ പറഞ്ഞ പോലെ അതിൽ അഭിനയിച്ച ആൾക്കാരൊക്കെ തമിഴ് സിനിമകളിൽ മലയാളികൾക്ക് അത്ര പരിചിതമല്ല. പിന്നെ രാക്ഷസനിലെ വില്ലൻ ഉണ്ട്, പിന്നെ നമ്മുടെ കാളി വെങ്കിട്ട് എന്ന് പറഞ്ഞ സെയിം രാക്ഷസനിലുള്ള ഇത് തന്നെയാണ്. പിന്നെ ഈ സെയിം ടീമിന്റെ തൊട്ട് മുന്നേ വന്ന പടം തമിഴ്നാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റായിരുന്നു. എനിക്കിത് കുറെ മലയാളി ഡയറക്ടേഴ്സ് ഒക്കെ ഇത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സിനിമകൾ അവിടെ ഹിറ്റ് ആവുന്നത് ഇവിടെ അറിയില്ലേ. തിയേറ്റർ റിലീസ് ഉണ്ടാവില്ല, പക്ഷെ അവിടെ ഓടിയ സിനിമകളായിരിക്കും. അതെ, ഒരു ഞൊടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു ഞൊടിയുടെ ടീം ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ ഇതുണ്ടായത്. നമുക്ക് ഫസ്റ്റ് പടം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് അത് ചെയ്യണം എന്നുള്ളത് മാത്രമേ എനിക്ക് മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ ചെയ്തു, അത് കഴിഞ്ഞു, വന്നു. നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക്, വേറെ പടങ്ങൾ ഇതേപോലെ വരുന്നു, പടങ്ങളിലൊക്കെ പോകുന്നു. ഇതേപോലെ നമ്മൾ സെയിം റിപ്പീറ്റ്, നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്ന ചാൻസ് ചോദിക്കുന്നു, തിരിച്ചു വന്നു. കാരണം നമുക്കറിയില്ല ഇത് എങ്ങനെയാണ് അവിടെ വരാൻ പോകുന്നതെന്നും അറിയില്ല. ഇവിടെ വന്ന് നമ്മൾ സ്ഥിരം പരിപാടി എന്താണ്, ചാൻസ് ചോദിക്കുക, പുതിയ ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ ചിന്തിച്ചിത്രേ ഉള്ളൂ, എൻ്റെ പ്രൊഫൈലിൽ ഒരു പടം ആഡായി എന്നുള്ളതല്ലാതെ വേറെ ഒരു രീതിയിലുള്ള ചിന്തയും എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നാടകങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, ലോകധർമ്മി എന്ന് പറഞ്ഞ കുറച്ച് നാടകങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ നാടകങ്ങളും പരിപാടിയും കാര്യങ്ങളായിട്ട് അങ്ങനെ പോവായിരുന്നു. പിന്നെ ഈ പടം ഇറങ്ങുന്നതിന് മുന്നേയും എന്നോട് പറയുന്നുണ്ട് 18-ാം തീയതി ആണ് പടം റിലീസാകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ JSKയിലും ചെറിയൊരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അത് 17-ാം തീയതിയാണ് റിലീസാവുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു 16-ാം തീയതി ഒക്കെ ആകുമ്പോൾ അങ്ങോട്ട് പോകുന്നു. അപ്പം ഞാൻ ഈ ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ക്യാമറമാൻ്റെ അടുത്ത് ചോദിച്ചു, മലയാളി പുള്ളിയോട് ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എങ്ങനെ വന്നിട്ടുണ്ട്? അപ്പോൾ പുള്ളി പറഞ്ഞു, കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പം ഞാൻ എൻ്റെ മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, സഞ്ജീവ് മാണിക്യം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ചു, മച്ചി എപ്പി ഇருக்கு പടം, എപ്പി വന്നിരിക്കുന്നു വെച്ച്. ഇല്ല ഓക്കെ വാ, എന്നോട് പോർഷൻസ് എല്ലാം എപ്പി വന്നിருக்கு, നല്ല പരവായില്ല. അപ്പൊ എല്ലാരും ഇങ്ങനെ എന്നടാ എപ്പോഴും ഞാൻ തന്നെ അല്ല, ഇതെന്താ എല്ലാരും ഇങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പം ശരിയായി വന്നിട്ടില്ലേ? അപ്പം ഞാൻ അതുകൊണ്ട് ഇത് ആരോടും പറഞ്ഞില്ല. സീരിയസ്ലി പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു വളരെ കുറച്ച് സുഹൃത്തുക്കൾക്ക് മാത്രമേ ഈ പടം ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് അറിയാവൂ. അങ്ങനെ ഞാൻ ചെന്നൈയിൽ പോയി. 16-ാം തീയതിയാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ പ്രിവ്യൂ ഷോ ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് 3-4 പ്രിവ്യൂസ് ഉണ്ട് അവിടെ. പ്രിവ്യൂ ഷോ ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. അപ്പം ഞാൻ 16-ാം തീയതി എത്തുന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഹോട്ടൽ റൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്നപ്പോൾ നാളെയാണ് പ്രിവ്യൂ വരുന്നത്, ഒന്ന് വണ്ടി വിടാം, ആ സമയത്ത് വരൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്നു. അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഈ പ്രിവ്യൂ ഏതാണ്ട് കഴിയാറായി. ഒരു ദിവസം തന്നെ 2 പ്രിവ്യൂ ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചെല്ലുന്ന ടൈമിൽ ഓൾറെഡി പ്രിവ്യൂവിൻ്റെ ഇൻ്റർവൽ ടൈം കഴിയാറായി. അപ്പോൾ ഇവർ കോഫി കുടിക്കാനായിട്ട് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ സൈഡിൽ അങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും ഇതാക്കാത്തത് സൈഡിലിരിക്കുകയാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇവരൊക്കെ എന്നെ നോക്കുന്നു, ഇതാരെന്ന് അറിയത്തില്ലാത്ത രീതിയിലൊക്കെ നോക്കുന്നുണ്ട് ഇതേ ആൾ. അപ്പം ഞാൻ ആകെ ഡെസ്പായി. എന്താ ചെയ്യുക, നമുക്കൊരു അറിയാത്തൊരു ലാംഗ്വേജ് ആണ്, എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് ഒന്നും അറിയില്ല. അപ്പം ഞാനത് കണ്ടിരുന്നു. ഞാൻ അവരോട് കോഫി കുടിച്ചു. പിന്നെ അവിടെ വന്ന് ആൾക്കാരൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇതേ ആൾക്കാർ സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, അതെന്നെ ഞെട്ടിച്ചു.
അതായത് ഈ മായാവി സിനിമയിൽ സലീം കുമാർ പറയുന്ന പോലെ എനിക്ക് വട്ടായതാണോ ഇറങ്ങി വരുമ്പോ ഈ അതായത് നമ്മളൊരു ക്യാരക്ടറിൽ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് അതെ അതാ 1 മണിക്കൂർ കൊണ്ട് അറിയാം. അപ്പൊ ശരിക്കും ഞാൻ സിനിമ കണ്ടിട്ടില്ല അപ്പോഴും. അപ്പൊ പുള്ളി അവരെന്റെ അടുത്ത് ഒന്ന് സമയത്ത് കണ്ടിട്ടുള്ളൂ. ഞാൻ ഡബ് ഞാൻ ചെയ്തിട്ടില്ല. ഷൂട്ടിംഗ് കണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ലല്ലോ. ഓക്കെ എനിക്ക് അറിയില്ല എന്താണ് സംഭവം. അപ്പൊ ഇവിടെ വരുമ്പോ എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. അപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിലാണല്ലോ അഭിപ്രായം വരുന്നത്. അപ്പൊ ഇവര് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നൻപൻ ക്യാരക്ടറാണല്ലോ ഇതാണെന്ന്. അപ്പൊ ഞാൻ അവരോട് പറയണം ആക്ച്വലി ഞാൻ പടം കണ്ടിട്ടില്ല. അപ്പൊ ഡയറക്ടർ വന്ന് എൻ്റർ ആയിട്ട് പറഞ്ഞു വന്നതേ ഉള്ളൂ, ഇതാണ് മലയാളത്തിലുള്ള ആർട്ടിസ്റ്റാണ്, നമ്മൾ തമിഴിലേക്ക് നമ്മൾ ആകെപ്പാടുള്ള മലയാളി ആർട്ടിസ്റ്റ് ഇദ്ദേഹമാണെന്ന് പറഞ്ഞ് ഇൻഫ്ലുവൻസേഴ്സ് അവർക്ക് നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു സീനാണ്. അത് ഭയങ്കര ഒരു നമ്മളെ ഒരു അഭിനയിച്ച ഒരു ക്യാരക്ടറിൽ ഒരാൾ റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾ ഇതാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ട്. അത് നമ്മൾ ലൈഫിൽ ഒരു നല്ലൊരു മൊമെന്റ് ആയിരുന്നു അത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അപ്പം തന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വന്നിട്ട് ഇതേ സെയിം മ്യൂസിക് വെച്ചു, എടാ ഇതിങ്ങനെ മച്ചി പടം എപ്പടി ഇരിക്കുന്നു ചോദിച്ചു. ഞാൻ നല്ല ഇருக்கு എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്, നീ എക്സൈറ്റഡ് ആവുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. പിന്നെ പ്രൊമോഷൻസ് വന്നു, തിയേറ്റർ റെസ്പോൺസ് വന്നു, ഓഡിയൻസിന്റെ കൂടെ കാണുമ്പോഴും നമ്മള് അറിയില്ല, നമുക്കിപ്പോൾ മലയാളികളാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ കണ്ട് ഇന്ന ക്യാരക്ടർ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇഷ്ടം കൊണ്ട് കൈയടിക്കുന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് എനിക്ക് ലിറ്ററലി ആരെയും അറിയില്ല. അവര് തരുന്ന ഒരു ഭയങ്കരമായ ഒരു വാം വെൽക്കം എന്ന് പറയുന്നത് അയ്യോ, ഞാൻ ഭയങ്കരമായിട്ട് അത് ആസ്വദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരു നടൻ എന്ന രീതിയിൽ അയാൾ ചെയ്ത കഥാപാത്രം പ്രേക്ഷകർ എങ്ങനെ എടുക്കുന്നു, അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആണല്ലോ, അതാണ് അവർ തരുന്നൊരു സന്തോഷം. പിന്നെ അവർ ഭയങ്കര എക്സ്പ്രസീവായിട്ട് നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ ചെയ്ത ക്യാരക്ടറിന്റെ ബേസിൽ അവർ വന്നിട്ട് ഭയങ്കര അടിപൊളി.